യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട കോലാഹലങ്ങളാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നമ്മുടെ മാധ്യമങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് കേരളത്തിൽ ഇതേവരെ ചരിത്രത്തിലില്ലാത്ത വണ്ണമുള്ള ഒരു സംഭവമാണ് എന്ന മട്ടിൽ വ്യാഖ്യാനിക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും കോൺഗ്രസ്സുകാർക്കും യൂത്ത് കോൺഗ്രസ്സുകാർക്കും വേണമെങ്കിൽ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാനുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട്. കാരണം ജനാധിപത്യ സമ്പ്രദായത്തിൽ കളവ് പറയുന്നതോ അജ്ഞത ഉണ്ടാവുന്നതോ ഒന്നും ഒരു കുറ്റകരമായ കാര്യമായി കാണാൻ കഴിയില്ല എന്നതുകൊണ്ട് കോൺഗ്രസ്സുകാർക്ക് യൂത്ത് കോൺഗ്രസ്സുകാർക്കും ഇങ്ങനെയൊക്കെ പറയാം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുലർച്ചെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് ചരിത്രത്തിലെ ആദ്യ സംഭവമാണെന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പക്ഷേ അങ്ങനെയൊന്നുമല്ല എന്നുള്ളത് ചുരുങ്ങിയ പക്ഷം നമ്മുടെ മാധ്യമപ്രവർത്തകരെങ്കിലും മനസ്സിലാക്കേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കേരളം ഇന്നോ ഇന്നലെയോ ഉണ്ടായതല്ല. എല്ലാവർക്കും അറിയാവുന്നതുപോലെ 1956 നവംബർ 1 ഐക്യ കേരളം രൂപീകരിക്കപ്പെടുന്നത്. അതിനുശേഷം 1957 നടന്ന ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ EMSൻ്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിലെത്തുകയും അതിനുശേഷം പല കാലങ്ങളിൽ ആയി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേതൃത്വമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ഇടയ്ക്കൊക്കെ കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിക്ക് നേതൃത്വമുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുമൊക്കെ അധികാരത്തിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത നിലപാടുകളുള്ള വ്യത്യസ്ത രാഷ്ട്രീയങ്ങളുള്ള സർക്കാരുകൾ അധികാരത്തിലിരിക്കുമ്പോഴൊക്കെ പ്രതിപക്ഷ പാർട്ടികൾ, ആ പാർട്ടികളുടെ യുവജന സംഘടനകൾ അവരൊക്കെ തന്നെ പല വിധത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം ചെയ്യാറുണ്ട്. ചിലപ്പോൾ ചില സമരങ്ങളെല്ലാം സംഘർഷാത്മകമാകാറുണ്ട്. അവിടെ പോലീസ് നടപടികൾ എടുക്കാറുമുണ്ട്. പലപ്പോഴും ലാത്തിച്ചാർജ്, ജലപീരങ്കി പ്രയോഗം, വെടിവെപ്പ് വരെയൊക്കെ നടന്ന സംഭവങ്ങൾ കേരളത്തിന് ചരിത്രത്തിൽ അന്യമൊന്നുമല്ല. പല നേതാക്കളെയും പല ഘട്ടങ്ങളിൽ പല സമയങ്ങളിൽ അറസ്റ്റ് ചെയ്യുകയും ഭീകരമായി മർദ്ദിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇന്നലെ, അതായത് ചൊവ്വാഴ്ച പുലർച്ചെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് എന്തോ വലിയ മഹാ അപരാധമായി പോയി എന്ന മട്ടിലാണ് കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസ്സുകാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മുടെ മാധ്യമങ്ങളെല്ലാം ആ വായ്ത്താരി ആവർത്തിച്ചു കൊണ്ടിരിക്കുകയുമാണ് ചെയ്യുന്നത്. ഒരു കാര്യം ആലോചിക്കേണ്ടത്, രാഹുൽ മാങ്കൂട്ടത്തിലിനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് പുലർച്ചെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതൊരു വസ്തുതയാണ്. ഇവരൊക്കെ പറയുന്നത് കേട്ടാൽ തോന്നും അത് പുലർച്ചെ അറസ്റ്റ് ചെയ്തതാണ് കുഴപ്പമായത്, അല്ലെങ്കിൽ വീട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്യേണ്ടിയിരുന്നോ, അദ്ദേഹം തിരുവനന്തപുരത്തുണ്ടായിട്ട് എന്തുകൊണ്ട് അവിടെ വെച്ച് അറസ്റ്റ് ചെയ്തിട്ടില്ല, കൊല്ലത്തുണ്ടായിട്ട് എന്തുകൊണ്ട് അവിടെ വെച്ച് അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെയുള്ള വാദമുഖങ്ങളാണ് ഉന്നയിക്കുന്നത്. അപ്പോൾ കൊല്ലത്ത് വെച്ച് അറസ്റ്റ് ചെയ്താൽ കുഴപ്പമില്ലേ, തിരുവനന്തപുരത്ത് അറസ്റ്റ് ചെയ്താൽ കുഴപ്പമില്ലെന്നാണോ? അങ്ങനെയൊന്നുമല്ലല്ലോ. എവിടെ വെച്ച് അറസ്റ്റ് ചെയ്താലും കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസ്സുകാരും സമാനമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കും. ആ ആക്ഷേപങ്ങളൊക്കെ തൊടാതെ വിഴുങ്ങി ചാനലുകളിൽ അവതരിപ്പിക്കാനായി നമ്മുടെ മാധ്യമപ്രവർത്തകരും സജീവമായി ഉണ്ടാകുമെന്നതാണ് ഒരു വസ്തുത. ഇന്നലെ ചാനലുകളിൽ തത്സമയം തന്നെ കണ്ടതാണ് രാഹുലിനെ അദ്ദേഹത്തിൻ്റെ അടൂരുള്ള വീട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹം വളരെ കുളിച്ചു കുട്ടപ്പനായി വടിവത്ത തേച്ചു മിനുക്കിയ ഒരു ഷർട്ടുമിട്ട് ചില സന്തോഷകരമായ ചടങ്ങുകൾക്ക് പോകുന്ന മാതിരിയാണ് മൊബൈൽ ഫോണിൽ സംസാരിച്ചു കൊണ്ടാണ് പോലീസ് ജീപ്പിലേക്ക് കയറുന്നത്. അതെല്ലാവരും കണ്ടതാണ്. അപ്പോൾ അവിടെ ചെന്ന മാധ്യമപ്രവർത്തകരെല്ലാം അദ്ദേഹത്തിൻ്റെ അമ്മയോട് സംസാരിക്കുന്ന ഫുട്ടേജും നമ്മളൊക്കെ കണ്ടതാണ്. ആ മാതാവ് കൃത്യമായി പറയുന്നുണ്ട്, പോലീസുകാർ യാതൊരു തരത്തിലുള്ള മോശമായ കാര്യവും ചെയ്തിട്ടില്ല, അസഭ്യം പറഞ്ഞിട്ടില്ല, പോലീസുകാർ വളരെ മാന്യമായിട്ടാണ് പെരുമാറിയത്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്ന് അതിന് സാക്ഷ്യം വഹിച്ച രാഹുലിൻ്റെ അമ്മ തന്നെ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് കൻ്റോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി ഒപ്പിടിച്ചതിന് ശേഷം അദ്ദേഹത്തെ കോടതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തെ പോലീസുകാർ ജീപ്പിലേക്ക് കയറ്റുന്നുണ്ട്. ജീപ്പിലേക്ക് കയറ്റുന്ന സമയത്ത് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാനായി വല്ലാതെ പാടുപെടുന്നുണ്ട്. അത് പോലീസ് അനുവദിക്കില്ല.
കാരണം പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ള ഒരു കേസിലെ പ്രതി അയാൾ പോലീസിൻ്റെ കണ്ണുവെട്ടിച്ച് അല്ലെങ്കിൽ പോലീസിനെ മാറ്റി നിർത്തിക്കൊണ്ട് മാധ്യമപ്രവർത്തകരോട് അയാൾക്ക് തോന്നുന്ന കാര്യങ്ങൾ വിളിച്ചു പറയാൻ അവസരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് പോലീസിൻ്റെ കഴിവുകേടാണ്. അത്തരം ദൃശ്യങ്ങളെല്ലാം നമ്മൾ ചില സിനിമകളിൽ മാത്രമാണ് കാണുന്നത്. ചില സിനിമകളിലെല്ലാം പ്രതിനായകന്മാരെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ പോലീസിനെ നേരിടുന്നു, പോലീസിനെ തന്നെ അടിച്ചവശരാക്കുന്നു, എന്നിട്ട് അവിടെ കൂടുന്ന നാട്ടുകാരോട് മാധ്യമപ്രവർത്തകരോടൊക്കെ വലിയ വായിൽ സംസാരിക്കുന്നു. അതൊക്കെ സിനിമകളിൽ കാണുന്ന കാര്യമാണ്. യഥാർത്ഥ ജീവിതത്തിൽ ഒരു പ്രതിയെ പോലീസ് എന്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും അയാൾക്ക് തോന്നുന്ന കാര്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയാനുള്ള യാതൊരു അവകാശവുമില്ല. അത് പോലീസ് സമ്മതിക്കുകയില്ല. അത് തടസ്സപ്പെടുത്തുക മാത്രമാണ് പോലീസ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഈ മനുഷ്യനെ അറസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു മര്യാദഘട്ട പ്രവർത്തനമോ അല്ലെങ്കിൽ വാക്കുകളോ പ്രയോഗങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഇതെല്ലാം നമ്മൾ നേരിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് തന്നെ കേവലം ഒരു ജനാധിപത്യ രീതിയിൽ സമരം ചെയ്തതിൻ്റെ പേരിലല്ല. ആ സമരത്തിൽ നമ്മൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന ആദ്യത്തെ സമരത്തിൽ തന്നെ കണ്ടതാണ് പോലീസ് പരമാവധി സംയമനം പാലിക്കുകയും പോലീസിൻ്റെ നേരെ ആക്രമണ ശ്രമങ്ങൾ സമരക്കാരായ യൂത്ത് കോൺഗ്രസ്സുകാരുടെ ഭാഗത്തുനിന്നുണ്ടായപ്പോഴും യാതൊരു തരത്തിലുള്ള പ്രകോപനങ്ങൾ സൃഷ്ടിക്കാതെ പരമാവധി സംയമനം പാലിക്കുകയാണ് പോലീസ് ചെയ്തത് എന്ന് ചില മാധ്യമങ്ങളെങ്കിലും പരസ്യമായി പറഞ്ഞതുമാണ്. പക്ഷേ അതിനുശേഷം ബാരിക്കേഡുകൾ കടന്ന് സെക്രട്ടേറിയറ്റ് വളപ്പിലേക്ക് കയറാൻ ശ്രമിക്കുകയും അതോടൊപ്പം തന്നെ പോലീസുകാരെ ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഘട്ടത്തിലാണ് പോലീസ് ആക്ഷനിലേക്ക് പോകുന്നത്. അത് സ്വാഭാവികമായി എപ്പോഴും ഉണ്ടാവും. പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് പരമാവധി സംയമനം പാലിച്ചതിന് ശേഷമാണ് ഈ പോലീസിനെ ആക്രമിക്കുന്ന ഘട്ടം വന്നപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അങ്ങനെ പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചു, നിയമവിരുദ്ധമായി സംഘം ചേർന്നു പ്രവർത്തിച്ചു എന്ന കാര്യങ്ങളുടെ എല്ലാം പേരിലാണ് ഇദ്ദേഹം അടക്കമുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഒരു സമരത്തിൽ LDFൻ്റെ നേതാക്കന്മാർ പലരും ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ഒരു സമരത്തിൽ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ആ സമരക്കാരെ നേരിടാനുള്ള പ്രവർത്തനങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാകും. അത് പലതരത്തിൽ ആ പ്രവർത്തനങ്ങൾ വന്നിരിക്കും. അത്തരം പ്രവർത്തനങ്ങളെയെല്ലാം നേരിടാനുള്ള ആർജവവും അത് നേരിടാനുള്ള മനഃശക്തിയും അത് നേരിടാനുള്ള ആശയപരമായ ദാർഢ്യവും ഉള്ളവർ മാത്രമേ ഇത്തരം സമരങ്ങൾ ഇറങ്ങാൻ ശ്രമിക്കാവൂ. അല്ലാതെ ചാനൽ മുറികളിലിരുന്ന് ആരെങ്കിലും 4 ഭള്ളുവാക്കുകൾ പറയുന്നതാണ് കേമത്തമെന്ന് നടിക്കുന്ന ആളുകൾ തെരുവിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സമരം ചെയ്യാൻ മുതിരുമ്പോൾ അങ്ങനെ മുതിരുകയാണ് എന്ന് പറഞ്ഞാൽ ആ സമരത്തിൻ്റെ ഭവിഷ്യത്തുകൾ എന്തായാലും നേരിടാനുള്ള ചങ്കൂറ്റമുണ്ടായിരിക്കണം, ബാധ്യതയുണ്ടാവണം. അത് പ്രകടിപ്പിക്കാതെ വലിയ വായിൽ നിലവിളിച്ചിട്ട് കാര്യമില്ല. ഇത് പറയാൻ കാര്യമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പല ജനാധിപത്യ സമരങ്ങളും ചെയ്തതിൻ്റെ പേരിൽ ധാരാളം മർദ്ദനങ്ങൾക്ക്, പോലീസ് പീഡനങ്ങൾക്ക്, പോലീസ് ഭീകരതയ്ക്ക് ഒക്കെ ഇരയായിട്ടുള്ളവരാണ് CPIMൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ലബ്ധപ്രതിഷ്ഠരായ നേതാക്കളൊക്കെ. ഏറെ അകലത്തൊന്നും പോകണ്ട. നമ്മുടെ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ അടിയന്തരാവസ്ഥ കാലത്ത് രാഹുൽ മാങ്കൂട്ടത്തിലും VD സതീശനും കോൺഗ്രസ്സുകാരുമൊക്കെ ഓർക്കേണ്ടൊരു കാര്യം, അടിയന്തരാവസ്ഥയുടെ നാളുകൾ 75 തൊട്ട് 77 വരെയുള്ള കാലഘട്ടത്തിൽ അന്ന് പിണറായി വിജയൻ കൂത്തുപറമ്പ് MLA ആയിരിക്കുന്ന പിണറായി വിജയനെയാണ് അർദ്ധരാത്രി വീട് വളഞ്ഞ് അതിഭീകരമായി മർദ്ദിച്ചവശനാക്കി ചോര പൊടിയുന്ന ശരീരവുമായി അദ്ദേഹത്തെ ജയിലിലേക്ക് കൊണ്ടുപോയത്. എന്നിട്ട് ആ ജയിലിൽ നിന്ന് അദ്ദേഹത്തിന് ജാമ്യം കിട്ടി വന്നപ്പോൾ പിണറായി വിജയൻ അന്ന് നിയമസഭയിലെത്തി ആ പോലീസുകാർ കീറിക്കളഞ്ഞ രക്തം പുരണ്ട ശരീരവും അതുപോലെ തന്നെ ഉടുപ്പുമായി വന്നുകൊണ്ട് നിയമസഭയിൽ നടത്തി അതിഗംഭീരമായൊരു പ്രസംഗം. അത് നിയമസഭാ ആർക്കൈവ്സിൽ ഇപ്പോഴും ലഭ്യമാണ്.
അന്ന് പിണറായി വിജയൻ ആരെയും ആക്രമിക്കാൻ പോയില്ല. പിണറായി വിജയൻ ആർക്കും എതിരെ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാൻ പോയില്ല. ആകെ ചെയ്തത് ജനാധിപത്യ കശാപ്പ് നടത്തിയ കോൺഗ്രസ് സർക്കാരിൻ്റെ ആ അടിയന്തരാവസ്ഥ നയത്തിനെതിരായി, അടിയന്തരാവസ്ഥക്കെതിരായി ജനങ്ങൾ മിണ്ടിക്കൂടാ, സംസാരിച്ചുകൂടാ, പ്രതിഷേധിച്ചുകൂടാ എന്ന് പറയുന്ന അടിയന്തരാവസ്ഥയുടെ കൽപ്പനകൾക്കെതിരെ ധീരമായി സംസാരിച്ചു. ആ ഒറ്റക്കുറ്റമേ പിണറായി വിജയൻ ചെയ്തുള്ളൂ. അതിനാണ് പിണറായി വിജയനെ ഇത്ര ഭീകരമായി ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവശനാക്കിയത്. അന്ന് കെ കരുണാകരനായിരുന്നു ആഭ്യന്തര വകുപ്പ് ഭരിച്ചിരുന്നത് എന്ന് ഇക്കൂട്ടർ ഓർക്കുന്നതൊക്കെ നല്ലതാണ്. 1994 കാലഘട്ടത്തിലാണ് കൂത്തുപറമ്പ് വെടിവെപ്പ് നടന്നപ്പോൾ അതിനോടനുബന്ധിച്ച് കേരളത്തിലാകമാനം DYFI പ്രവർത്തകരെ, യുവജന പ്രവർത്തകരെല്ലാം വലിയ സമരങ്ങൾ നടത്തിയപ്പോൾ അതിഭീകരമായ മർദ്ദനമായിരുന്നു അഴിച്ചുവിട്ടത്. എനിക്ക് വളരെ കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. CPIMൻ്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കടന്നു കയറിയാണ് നേതാക്കളെ മർദ്ദിച്ച് അന്ന് DYFIയുടെ സംസ്ഥാന നേതാക്കളിൽ ഒരാളായിരുന്ന CB ചന്ദ്രബാബു അടക്കമുള്ള ആൾക്കാരെ മർദ്ദിച്ചവശരാക്കി പോലീസ് അറസ്റ്റ് ചെയ്തത്. അതുപോലെ അന്ന് ആലപ്പുഴയിലെ തന്നെ ബോട്ട് ജെട്ടിയിലുള്ള ചെത്തുതൊഴിലാളി യൂണിയൻ ഓഫീസിൽ പോലീസ് അതിക്രമിച്ച് കിടന്ന് അവിടെ നിന്ന് ആലപ്പുഴ ജില്ലയിലെ നേതാക്കന്മാരെ ആക്രമിച്ച് അവരെ ഭീകരമായി മർദ്ദിച്ച് കൊണ്ടുപോവുകയുണ്ടായി. എന്തിനേറെ അന്ന് CPIM ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന MA ബേബിയെ ആലപ്പുഴ കളക്ട്രേറ്റിന് മുന്നിൽ നടന്നൊരു സമര രംഗത്ത് വെച്ച് MA ബേബി അടക്കം മർദ്ദിക്കാനായി അന്നത്തെ UDFൻ്റെ പോലീസ് തയ്യാറായി എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഇവിടെ AKG സെൻറ്ററിൽ, തിരുവനന്തപുരത്ത് AKG സെൻറ്ററിൽ മുന്നിൽ നടന്ന ഒരു സമരമുണ്ടല്ലോ. ആ സന്ദർഭത്തിൽ ഓർക്കുന്നില്ലേ, പോലീസ് MA ബേബിയുടെ വായിലേക്ക് കല്ല് തിരികെ കയറ്റിയ സന്ദർഭം. അപ്പോൾ അങ്ങനെ നിരവധി പോരാട്ടങ്ങൾ ജനാധിപത്യപരമായി UDF സർക്കാരിൻ്റെ പോലീസ് നയത്തിനെതിരായി, പോലീസ് നടപടികൾക്കെതിരായി, പോലീസ് ക്രൂരതകൾക്കെതിരായി മുദ്രാവാക്യം വിളിക്കുകയും സമരം നടത്തുകയും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തു എന്നതിൻ്റെ പേരിലാണ് ഞാൻ ഈ പറഞ്ഞ പിണറായി വിജയനും MA ബേബിയും അടക്കമുള്ള CPIMൻ്റെ സമുന്നത നേതാക്കളെ അടക്കം അതിഭീകരമായി മർദ്ദിച്ചത്. ഇന്നത്തെ വ്യവസായ മന്ത്രി പി രാജീവിനെ ഒരു സമരകാലത്ത് പോലീസ് ഭീകരമായി മർദ്ദിച്ച് അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളെല്ലാം കീറിപ്പറിച്ച് കളഞ്ഞ് അദ്ദേഹത്തെ അർത്ഥനഗ്നനായി നടത്തിക്കൊണ്ടുപോകുന്നൊരു ദൃശ്യം അടുത്ത ദിവസങ്ങളിലും പത്രങ്ങളിൽ വന്നിരുന്നു. ഞാൻ പറഞ്ഞത്, ഈ തരത്തിൽ സമരരംഗത്ത് വെച്ച് ധാരാളം മർദ്ദനങ്ങൾ UDFൻ്റെ പോലീസിൻ്റെ ധാരാളം മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ചരിത്രമാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും CPIMനുള്ളത്. എന്തിനേറെ പറയുന്നു, അന്നെല്ലാം ആ 91-96 കാലഘട്ടത്തിൽ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിലെല്ലാം ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടക്കുന്ന സമരത്തിൽ മാധ്യമപ്രവർത്തകരുടെ അടക്കം തലതല്ലിപ്പൊട്ടിച്ചു അന്നത്തെ UDFൻ്റെ പോലീസ്. അന്നൊന്നുമില്ലാത്ത തരത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്ത് അതിക്രമമാണ് പോലീസ് കാണിച്ചിരിക്കുന്നത്? അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ഒരു സമയം പോലീസ് നിശ്ചയിക്കുന്നു. അത് എന്ന് അറസ്റ്റ് ചെയ്യണമെന്നുള്ളത് പോലീസിൻ്റെ തീരുമാനമാണ്. അതനുസരിച്ച് വളരെ മാന്യമായി പോലീസ് പോയി അത് രാവിലെ അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോകുന്നു. നിയമപരമായി വളരെ പെട്ടെന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുന്നു. ആ കോടതിയിൽ നിന്നിട്ട് വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റൊക്കെ കൊടുത്തിട്ട് അസുഖ കാരണം പറഞ്ഞൊക്കെയാണ് ജാമ്യം തേടാൻ ശ്രമിച്ചത് എന്നുള്ളതും നമ്മളിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വ്യാജമായ കാര്യങ്ങൾ സൃഷ്ടിക്കുക എന്നതിൽ വളരെ വളരെ സമർത്ഥമായി ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. കാരണം വ്യാജമായ തിരിച്ചറിയൽ കാർഡുണ്ടാക്കി ഈ തെരഞ്ഞെടുപ്പിലെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഇത് പിടിച്ചടക്കാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ കാര്യങ്ങൾ നമുക്കറിയാം. അത് സംബന്ധിച്ച് കേസുകൾ സജീവമായി വന്നുകൊണ്ടിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം പ്രവർത്തിക്കുന്ന സംസ്ഥാന സെക്രട്ടറിമാരിൽ ചിലരൊക്കെ കാണിച്ച തട്ടിപ്പുകൾ, പണ അപഹരണങ്ങൾ, പണത്തിൻ്റെ പേരിൽ നടത്തിയ പല തട്ടിപ്പുകളുടെയും പേരിലൊക്കെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കേസിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട്, അഥവാ ഇത്തരം
കേസുകളുടെ നാനാവശങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ മാധ്യമങ്ങളിൽ വരാതിരിക്കുന്നതിന് വേണ്ടി പെട്ടെന്ന് ഒരു വെളിപാടുണ്ടായതുപോലെയാണ് നവകേരള സദസ്സിനെതിരെയുള്ള ഒരു പ്രക്ഷോഭം ആരംഭിച്ചത്. നവകേരള സദസ്സിനെതിരെ എന്തിനാണ് ഈ പ്രക്ഷോഭം ഇവർ നടത്തിയത്? കോൺഗ്രസ്സുകാർ തന്നെ പറയുകയുണ്ടായ നവകേരള സദസ്സിൻ്റെ ഒരു മിനിയേച്ചർ രൂപമാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി നടത്തിയ ജനസമ്പർക്ക പരിപാടി. ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടി ആ വാദം അംഗീകരിച്ചു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടി നടത്തിയപ്പോൾ ഏതെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ അത് അലങ്കോലപ്പെടുത്താനോ അതിനെതിരെ സമരം ചെയ്യാനോ മുദ്രാവാക്യം വിളിക്കാനോ കരിങ്കൊടി കാണിക്കാനോ പോയിട്ടുണ്ടോ? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ ഈ മുഖ്യമന്ത്രി അടക്കമുള്ള 21 മന്ത്രിമാർ ജനങ്ങളിലേക്ക് എത്തുന്നു, ജനങ്ങളുടെ പരാതികൾ നേരിട്ട് സ്വീകരിക്കുന്നു. അതെന്തോ വലിയ അപരാധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് LDF സർക്കാരിനെതിരെ ന്യായയുക്തമായ ഒരു കാര്യവും ചൂണ്ടിക്കാട്ടി സമരം ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ ഇങ്ങനെ സ്വയം എളിഭ്യരായി ഈ വ്യാജ തിരിച്ചറിയൽ കാർഡിൻ്റെ നിർമ്മാണത്തിലൂടെ അതുപോലെ ജനങ്ങളെ കബളിപ്പിക്കുന്നതിലൂടെ പണം തട്ടിക്കൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കളടക്കം ഉൾപ്പെടുന്ന കേസുകളുണ്ടായപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊന്നും കേരളീയ സമൂഹത്തിൽ അധികം ഉണ്ടാവരുത് എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് ഒരു കരിങ്കൊടി പ്രക്ഷോഭം നടത്തുകയാണ്. എന്തിനാണ് ഇതിൻ്റെ ആവശ്യം? അതുകൊണ്ട് എന്താ നേട്ടമുണ്ടായത്? അതിന് ബദലായിട്ടൊരു കുറ്റവിചാരണ സദസ്സ് എന്ന് പറഞ്ഞ് ഒരു സദസ്സ് സംഘടിപ്പിക്കുന്നതായി വാർത്ത വന്നു. പക്ഷേ നമ്മളാരും അങ്ങനെ ഒരു കുറ്റവിചാരണ സദസ്സ് കേരളത്തിൽ ഒരിടത്തും കണ്ടിട്ടില്ല. അപ്പോൾ ഒന്നും പറയാനില്ലാത്ത, ഒന്നും ചെയ്യാനില്ലാത്ത, ജനാധിപത്യപരമായി പ്രതിഷേധിക്കാനുള്ള ഒരു മാന്യമായ രീതി പോലും ഇല്ലാത്ത കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ജനങ്ങളെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് ജനാധിപത്യ സംവിധാനത്തെ പരിഹസിച്ചുകൊണ്ട് ഒരു സമരാഭാസം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ഇപ്പോഴുള്ള കാര്യം മാത്രമല്ല കേട്ടോ. കോൺഗ്രസും യൂത്ത് കോൺഗ്രസും എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റുകളും ഒക്കെ ജനങ്ങൾക്ക് സഹായകരമായ, ജനങ്ങൾക്ക് ക്ഷേമകരമായ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിനെല്ലാം വിലങ്ങുതടിയായി നിൽക്കുന്ന, അതിനെ പരാജയപ്പെടുത്താനായിട്ട് ജനവിരുദ്ധരുടെ പക്ഷത്ത് നിൽക്കുന്ന സമീപനമാണ് യൂത്ത് കോൺഗ്രസ്സുകാരും കാണിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും നല്ല ഉദാഹരണമാണ് 1957 EMS സർക്കാരിൻ്റെ കാലത്ത് നടപ്പാക്കിയ ഭൂപരിഷ്കരണ നിയമവും വിദ്യാഭ്യാസ നിയമവും. ആ ഭൂപരിഷ്കരണ നിയമവും വിദ്യാഭ്യാസ നിയമവും വഴി കേരളത്തിൻ്റെ മൗലികമായ സാമൂഹ്യ സാമ്പത്തിക സംവിധാനത്തെ പൊളിച്ചു പണിയാനും മുന്നോട്ട് കൊണ്ടുപോകാനും ചിട്ടപ്പെടുത്താനും മെച്ചപ്പെടുത്തുവാനുമുള്ള ശ്രമങ്ങളായിരുന്നു ആ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ചെയ്തത്. അതിലൂടെ 36 ലക്ഷത്തോളം പാവപ്പെട്ട കർഷക തൊഴിലാളികൾ, ദരിദ്ര കർഷകന്മാർ, പാട്ടക്കാർ, വാരക്കാർ തുടങ്ങിയ ആളുകൾക്കെല്ലാം സ്വന്തമായി ഭൂമിയുണ്ടായി. അങ്ങനെ ഭൂമിയില്ലാതിരുന്നതിന് ദുരിതമനുഭവിച്ച നാളുകളായിരുന്നു ഈ കേരളത്തിൽ 1930കളിലും 40കളിലും 50കളുടെ ആരംഭത്തിലുമൊക്കെ ഉണ്ടായിരുന്നത്. അതിന് അറുതി വരുത്തി. അതുപോലെ തന്നെ വിദ്യാഭ്യാസ നിയമത്തിലൂടെ എല്ലാ വിദ്യാഭ്യാസ സംവിധാനത്തെ ജനാധിപത്യവൽക്കരിച്ചു, സാർവത്രികമാക്കി. 8ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമാക്കി. പിന്നീട് 10ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് 1967 EMS ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വന്നപ്പോഴാണ്. അന്ന് ഈ കേരളത്തിൻ്റെ സാമൂഹ്യ ഘടനയെ അടിസ്ഥാനപരമായി മാറ്റി തീർക്കുന്ന ഭൂപരിഷ്കരണ നിയമവും വിദ്യാഭ്യാസ നിയമവും ആവിഷ്കരിച്ച് നടപ്പാക്കി എന്നതിൻ്റെ പേരിലാണ് ജനവിരുദ്ധരുടെ പക്ഷത്ത് നിൽക്കുന്ന കോൺഗ്രസ്സുകാരും വലതുപക്ഷ രാഷ്ട്രീയക്കാരും കൂടി ചേർന്ന് ഈ EMS സർക്കാരിനെ പിരിച്ചുവിടുന്നതിന് വേണ്ടിയുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാനായിട്ട് വിമോചന സമരം നടത്തിയത്. അന്നത്തെ ഈ പത്രങ്ങൾ, പ്രധാനപ്പെട്ട പത്രങ്ങളൊക്കെ അന്ന് വിമോചന സമരത്തിന് തീ പകരുന്ന സമീപനമാണ് സ്വീകരിച്ചത് എന്നുള്ളതും ചരിത്രമാണ്. പിന്നീട് ഓരോ ഘട്ടത്തിലും 1980 നായനാർ ഗവൺമെൻറ്റാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പാവപ്പെട്ട കർഷക തൊഴിലാളി പെൻഷൻ ഏർപ്പെടുത്തിയത്. അന്ന് 45 രൂപയാണ് ആദ്യമായിട്ടത് ഏർപ്പെടുത്തുമ്പോൾ. അന്ന് കർഷക തൊഴിലാളികൾക്ക് 60 വയസ്സ് കഴിഞ്ഞ കർഷക തൊഴിലാളികൾക്ക് ഈ പെൻഷൻ ഏർപ്പെടുത്തിയപ്പോൾ
അന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞത് ഈ പെൻഷൻ പ്രത്യുൽപാദനപരമല്ല, അതുകൊണ്ട് ഇത് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അതിനെ പാരവെക്കാൻ ശ്രമിച്ചവരാണ്. 1987-91 നായനാർ ഗവൺമെൻറ് കാലത്താണ് കേരളം സമ്പൂർണ്ണ സാക്ഷരതയിലേക്ക് പോയത്, സാക്ഷരത നടപ്പാക്കിയത്. അന്നും അതിനോട് സഹകരിക്കാൻ കോൺഗ്രസ്സുകാരും UDFകാരും തയ്യാറായില്ല. 96-2001 കാലത്തെ നായനാർ സർക്കാർ, നായനാരുടെ നേതൃത്വത്തിലുള്ള 3ാം LDF സർക്കാരാണ് ഇവിടെ അധികാര വികേന്ദ്രീകരണം നടപ്പാക്കി. അധികാര വികേന്ദ്രീകരണത്തിന് പുതിയ മാനങ്ങൾ നൽകിക്കൊണ്ട് ജനകീയ ആസൂത്രണം കൊണ്ടുവന്നു. അതിലൂടെ പ്രാദേശികമായ വികസനം, പ്രാദേശികമായി വിഭവ സമാഹരണം, പ്രാദേശികമായി സമ്പത്ത് വിതരണം ചെയ്യൽ, അതൊക്കെ നടപ്പാക്കിക്കൊണ്ട് കേരളത്തെ വലിയ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു. അതിൻ്റെ അനുബന്ധമായി 1998 കുടുംബശ്രീ സംവിധാനം കൊണ്ടുവന്നു. അതിലൂടെയെല്ലാം കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോഴും ഈ കൂട്ടർ അതിനെതിരെ നിലയുറപ്പിക്കുകയാണ് ചെയ്തത്. എല്ലാ കാലത്തും ഏറ്റവും അവസാനം നമുക്കറിയാം, പ്രളയമുണ്ടായപ്പോൾ ഈ പ്രളയത്തിൽ കേരളം മുങ്ങിത്താണ് പോകുമെന്ന സ്ഥിതി വന്നു കഴിഞ്ഞപ്പോൾ മുക്കിക്കൊല്ലാനാണ് കോൺഗ്രസ്സുകാർ UDFകാരും ചെയ്തത്, UDFകാർ ശ്രമിച്ചത്. അതിന് പല സ്ഥലങ്ങളിൽ നിന്ന് സഹായം കിട്ടിയപ്പോൾ, സഹായ വാഗ്ദാനമുണ്ടായപ്പോൾ അത് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇക്കൂട്ടർ രംഗത്ത് വന്നു. അതുപോലെ തന്നെ അന്ന് ഒരു UDFൻ്റെ മുസ്ലിം ലീഗിൻ്റെ ഒരു MLA ആണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം അഡ്വാൻസായി ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നൽകണം എന്ന, അത് തിരിച്ചു കൊടുക്കാനുള്ള പണമാണ്, ഒരു നിർദ്ദേശം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ ആ MLA ധീരമായി വാദിച്ചു, അത് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. കോൺഗ്രസിൻ്റെ സർവീസ് സംഘടനാ നേതാക്കൾ ആ ഉത്തരവ്, ഇങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളത്തിൻ്റെ ഒരു ഭാഗം മുൻകൂറായി ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചപ്പോൾ ആ ഉത്തരവ് പരസ്യമായി കീറിക്കളഞ്ഞു, അത് ആഘോഷിച്ചു. ഈ പാവപ്പെട്ട ആളുകൾക്ക് ഭൂരഹിതരില്ലാത്ത കേരളം എന്ന വലിയ സ്വപ്നത്തിലേക്ക് നടന്നെടുക്കാൻ സഹായകരമായ രീതിയിലുള്ള ലൈഫ് പദ്ധതി കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ആ ലൈഫ് പദ്ധതിയെ ഇല്ലാതാക്കാൻ, അതിനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് കോടതിയെ സമീപിച്ചത് കോൺഗ്രസിൻ്റെ ഒരു MLA ആണ്. പിന്നീട് ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടൊക്കെ ഉന്നയിച്ച അധിക്ഷേപങ്ങൾ, യാതൊരു അടിസ്ഥാനവുമില്ലാത്ത അധിക്ഷേപങ്ങൾ ഉന്നയിക്കുകയും അതെല്ലാം ഇങ്ങനെ വായുവിൽ അലിഞ്ഞു പോവുകയും ചെയ്ത് നമ്മൾ കണ്ടതാണ്. ഞാൻ സൂചിപ്പിച്ചത്, ഈ തരത്തിൽ ജനങ്ങൾക്ക്, നാടിന് ക്ഷേമകരമായ എന്തെല്ലാം പ്രവർത്തനങ്ങൾ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നേതൃത്വം നൽകുന്ന LDF ഗവൺമെൻറ്റുകളും എന്നൊക്കെ നടപ്പാക്കിയിട്ടുണ്ടോ അന്നെല്ലാം അതിനെ തകർക്കാനുള്ള ശ്രമങ്ങളാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും UDFും ഒക്കെ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ അനുബന്ധം തന്നെയായിരുന്നു ഈ 36-37 ദിവസം നീണ്ടുനിന്ന നവകേരള സദസ്സിൻ്റെ പ്രയാണവേളകളിൽ പലയിടത്തുമുണ്ടായത്. അങ്ങനെ ഒന്നും ചെയ്യാനില്ലാത്ത, ജനങ്ങൾക്ക് വേണ്ടി, ജനക്ഷേമത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത ആളുകൾ അതിനെതിരെ സ്വന്തം വികൃത രൂപം തന്നെ മറച്ചു വെക്കാൻ വേണ്ടി, വികൃത രൂപം എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ പല വിധത്തിലുള്ള തട്ടിപ്പ്, വ്യാജരേഖ നിർമ്മാണം, അങ്ങനെ ക്രിമിനൽ കുറ്റങ്ങളെല്ലാം ചെയ്ത് മുഖം നഷ്ടപ്പെട്ട് നിൽക്കുന്ന യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസിനും ഒന്ന് ഞെളിഞ്ഞു നിൽക്കാൻ കിട്ടുന്നൊരവസരമായിട്ടാണ് ഇത്തരം സമരങ്ങൾ എടുത്തിരിക്കുന്നത്. പക്ഷേ ആ സമരങ്ങളിൽ ചീറ്റിപ്പോകുന്നു. ഈ സമരങ്ങൾ ധാരാളം കണ്ടു വളർന്നതാണ് ഈ നാട്. ആ സമരത്തിൽ സജീവമായി പങ്കെടുത്തും ധീരമായി പോരാടിയും അതിൻ്റെ ഭാഗമായുള്ള മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയുമൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളൊക്കെ വളർന്ന് വികസിച്ചു വന്നതും. അതിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ കഴിഞ്ഞ 7.5 വർഷത്തിലേറെയായി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ധീരമായി മുന്നോട്ട് പോകുന്നത്. അത് ഇത്തരം സമരത്തിൻ്റെ ചപ്പടാച്ചുകൾ കാട്ടി, അല്ലെങ്കിൽ ഇത്തരം ഈ അറസ്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നിർവീര്യമാക്കാമെന്നുള്ളത് VD സതീശനും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും അടക്കമുള്ളവരുടെ വെറും
ദിവാസ്വപ്നം മാത്രമാണ്. കാരണം ഇന്ന് ജനങ്ങൾ ഇത്തരം കാര്യങ്ങളെല്ലാം നന്നായി മനസ്സിലാക്കുന്ന ആളുകളാണ്. മാധ്യമപ്രവർത്തകരുടെ ഒരു വാക്ക് ഈ കോൺഗ്രസ്സുകാർ, യൂത്ത് കോൺഗ്രസ്സുകാരുമെല്ലാം പറയുന്നത് അതേപടി ഏറ്റുപാടിക്കൊണ്ട് കേരളത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെയോ കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെയോ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ പോകുന്നത് മാധ്യമപ്രവർത്തകർക്ക് ഭൂഷണമല്ല എന്നു മാത്രമാണ് ഇക്കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്.